നമസ്കാരം. കൗമാരക്കാർ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കർശന നിലപാടിന് ഒരുങ്ങുകയാണ് അതിൻ്റെ കമ്പനിയായ മെറ്റ. നിരവധി കൗമാരപ്രായക്കാർ അവർക്ക് 18 വയസ്സിൽ കൂടുതലുണ്ട് എന്ന് വ്യാജ രേഖകൾ കാട്ടിയതിന് ശേഷമാണ് പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ അംഗങ്ങളാകുന്നത് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ഒരു നിർണായക തീരുമാനം ഇപ്പോൾ സ്ഥാപനമെടുത്തിരിക്കുന്നത്. ഇതനുസരിച്ച് AI-യുടെ സഹായത്തോടു കൂടി ഇവരുടെ പ്രായം, അതല്ലെങ്കിൽ ഇവർ കൗമാരക്കാരാണോ, ഇവർ 18 വയസ്സിന് മുകളിലുള്ളവരാണോ എന്ന് കണ്ടെത്താനുള്ള സംവിധാനം ഇപ്പോൾ മെറ്റ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നലെ മുതൽ ഈ സംവിധാനം ബ്രിട്ടനിൽ നിലവിൽ വന്നു കഴിഞ്ഞു. അമേരിക്കയിൽ നേരത്തെ തന്നെ ഈ സംവിധാനം നിലവിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇനി മുതൽ കൗമാരക്കാർക്ക് തെറ്റായ ജനനത്തീയതിയും മറ്റും നൽകി ഇതിൽ കയറാൻ ഇനി കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന രീതികളിലൊന്ന്, അതിൽ അംഗമാകുന്ന ഉപഭോക്താവിൻ്റെ ചിത്രം നോക്കി അവർക്ക് എത്ര പ്രായമുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള, മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനം AI-യിലൂടെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇനി അങ്ങോട്ട് മെറ്റ മുന്നോട്ട് പോവുക. മാത്രമല്ല, കുട്ടികൾക്കായി അവർ ടീൻ ഇൻസ്റ്റാഗ്രാം എന്നൊരു വിഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്ക് പ്രായം 18 വയസ്സിൽ താഴെയാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഇനി മുതൽ ഈ ടീൻ അക്കൗണ്ടിലേക്കായിരിക്കും ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോവുക. ഈ ടീൻ അക്കൗണ്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ഉപഭോക്താക്കളായ കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് ഇത് പരിശോധിക്കാനുള്ള സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് കൃത്യമായി നോക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് അപകടങ്ങളൊന്നും സംഭവിക്കാതെ നോക്കാനുള്ള ഒരു രീതിയാണ് ഇതിലൂടെ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. മെറ്റ പറയുന്നത് പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് അപകട സാധ്യതകളുണ്ട്. ഇവ പലപ്പോഴും ഈ കുട്ടികളെ തന്നെയാണ് ബാധിക്കാറുള്ളത്. ഈ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന ചില ആളുകൾ, മറ്റു ചില ദുരുദ്ദേശങ്ങളോടുകൂടി കടന്നു വരുന്നവർ, മയക്കുമരുന്ന് കച്ചവടക്കാർ തുടങ്ങിയ ഒരുപാട് അധോലോക സംഘങ്ങൾ ഈ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ഈ കുട്ടികളെ വളരെ എളുപ്പത്തിൽ തന്നെ വലവേശി പിടിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സംവിധാനം ഏർപ്പെടുത്തുന്നത്. ഇനി മുതൽ നിർബന്ധമായും നിങ്ങളുടെ പ്രായം മനസ്സിലാക്കി തന്നെയായിരിക്കും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലേക്കാണോ നിങ്ങളുടെ അക്കൗണ്ട് പോകുന്നത്, അതല്ല ഈ ടീൻ അക്കൗണ്ടിലേക്കാണോ പോകുന്നത് എന്നുള്ള കാര്യം. മെറ്റ പറയുന്നത്, ഇത് നിങ്ങളുടെ അധ്യാപകർ നിങ്ങളെ ഒരു കാര്യത്തിന് വഴക്ക് പറയുന്നത് പോലെ, അതല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് വിലക്കുന്നത് പോലെയുള്ള ഒരു നിയന്ത്രണമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സുരക്ഷയെ കരുതിയാണ് ഞങ്ങളിത് ചെയ്യുന്നത് എന്നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ കെണികളിൽ ചെന്നപ്പെടുന്ന കൗമാരക്കാരുടെ എണ്ണം വളരെയധികമാണ് വർദ്ധിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിലൊക്കെ പോലും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുന്ന വ്യക്തികൾ പലപ്പോഴും ഇവിടെയുള്ള ഈ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ കൗമാരക്കാരെ കുട്ടികളൊക്കെ തന്നെ ചൂഷണം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വ്യാപകമായ പരാതികളും കേസുകളുമൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് മെറ്റ ഇത്തരത്തിലുള്ള ഒരു നിർണായകമായ തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതായാലും ഇത് രക്ഷകർത്താക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത് അവർക്ക് മനസമാധാനത്തോടുകൂടി തങ്ങളുടെ കുട്ടികൾ സമൂഹ മാധ്യമങ്ങളിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിയും. പലപ്പോഴും ഈ കുട്ടികൾ മാറിയിരുന്ന് അവരുടെ ഇൻസ്റ്റാഗ്രാം കാണുകയും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ചില കുട്ടികളൊക്കെ തന്നെ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ പോലും നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ അവർക്കുണ്ടായ ചില തിക്താനുഭവങ്ങൾ, അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഏതെങ്കിലും ആളുകൾ വഴി അവർ എവിടെയെങ്കിലും ചൂഷണം ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായ ഇതിൻ്റെ ഫലമായിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ മെറ്റ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ അവർ ഫേസ്ബുക്കിലുമൊക്കെ ഈ കൗമാരപ്രായത്തിലുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ഈ മെസ്സേജ് ലഭിക്കുന്നത് കാര്യത്തിലൊക്കെ തന്നെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. എല്ലാ നിയന്ത്രണങ്ങളും കുട്ടികളുടെ ആത്യന്തികമായ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് എന്നാണ് മെറ്റ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 13-നും 17 വയസ്സ് ഇടയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ടീൻ ഇൻസ്റ്റ എന്ന സംവിധാനം നിലവിൽ വന്നിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് അംഗമാകണമെങ്കിൽ 13 വയസ്സെങ്കിലും പൂർത്തിയാക്കിയിരിക്കണം എന്നാണ് കമ്പനി നിഷ്കർഷിക്കുന്നത്. ഒരുപക്ഷെ അതിലും താഴെ പ്രായമുള്ള കുട്ടികൾ ഇപ്പോൾ ഇതിലേക്കെല്ലാം തന്നെ വരുന്നുണ്ട് എന്ന വ്യാപകമായ റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം മെറ്റ ഇത്തരത്തിലുള്ള ഒരു കർശന നിലപാടുമായി ഇപ്പോൾ മുന്നിലെത്തിയിരിക്കുന്നത്. ഈ ടീൻ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്ന കുട്ടികൾ, അതായത് ടീൻ ഇൻസ്റ്റയിലുള്ള കുട്ടികൾ, അവർ ആർക്കാണ് സന്ദേശം അയക്കുന്നത് എന്നും അവർക്ക് ഇങ്ങോട്ട് സന്ദേശങ്ങൾ ആരാണ് അയക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ രക്ഷകർത്താക്കൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും AI-യുടെ ഒരു നേട്ടം കൂടിയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടികൾ കള്ളം പറഞ്ഞല്ലെങ്കിൽ തെറ്റായ ജനനത്തീയതി നൽകി ഇനി മുതൽ ഇൻസ്റ്റാഗ്രാമിൽ അംഗമാകാൻ ശ്രമിച്ചാൽ അവർ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. ഓട്ടോമാറ്റിക്കായി അവർ ഈ ടീൻ അക്കൗണ്ടിലേക്ക് തന്നെ സ്വയം മാറുന്ന രീതിയാണ് ഇപ്പോൾ മെറ്റ അവലംബിച്ചിട്ടുള്ളത്.